പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നമിച്ചിടുന്നേ. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ ദായകനേ, കർത്താധികർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നമിച്ചിടുന്നേ. 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 അവനെൻ്റെ ശൈലവും എൻ കോട്ടയും, അവനെൻ്റെ രക്ഷയും എൻ ആശ്രയം. അവനെൻ്റെ ശൈലവും എൻ കോട്ടയും, അവനെൻ്റെ രക്ഷയും എൻ ആശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപനിധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപനിധിയേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നമിച്ചിടുന്നേ. പരിശുദ്ധനായ തമ്പുരാനെ, ശക്തനായ ദൈവമേ, സകല രോഗങ്ങളെയും സൗഖ്യപ്പെടുത്തുന്നവനെ, യേശുവേ, നീ നിമിഷം
ഇവിടെ ഈ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനാണെന്ന് ഹൃദയം കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹൃദയം കൊണ്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു, അധരം കൊണ്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു. തമ്പുരാനെ, യേശുവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലും പാലസ്തീനിലും ഗലീലി കടലിൻ്റെ തീരങ്ങളിലും നടന്നു നീങ്ങിയ അതേ ശക്തനായ തമ്പുരാൻ, രോഗങ്ങളെ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയവൻ, രോഗികളുടെ മേൽ കൈവച്ച് സുഖപ്പെടുത്തിയവൻ, ഇതാ ഞങ്ങളുടെ മുന്നിൽ ആഗതനായിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ നാഥ, ആരാധനയുടെ ഈ പുണ്യ നിമിഷങ്ങളിൽ തമ്പുരാനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ക്യാൻസർ എന്ന വ്യാധി മൂലം വേദനിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും സമർപ്പിക്കുകയാണ്. ഈശോ, ഈ രോഗത്തിൻ്റെ വേദന മൂലം പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആരാധനയുടെ നിമിഷങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസം പകരണമേ, കൂട്ടിരിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, കൃപ ചൊരിയണമേ. യേശുവേ, നിന്റെ സൗഖ്യത്തിൻ്റെ കര നീട്ടണമേ. നാഥ, ക്യാൻസർ രോഗം മൂലം വേദനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈശോയെ നിന്റെ ഈ സന്നിധിയിലേക്ക് നൽകുകയാണ്. വേദന അനുഭവിക്കുന്നവര്, ശരീരത്തെ കാർന്നു നിന്ന ക്യാൻസർ രോഗത്തിൻ്റെ വേദന സഹിക്കാനാകാതെ വേദന കൊണ്ട് പുളയുന്ന സഹോദരങ്ങളെ, ഹോസ്പിറ്റൽ മുറിയിൽ വേദന കടിച്ചമർത്തി ജീവിതത്തിനും മരണത്തിനും ഇടയിലും മല്ലിട്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, കീമോതെറാപ്പിയുടെ ദുരിതത്തിലും വേദനയിലും ആഫ്റ്റർ എഫക്ട്സിലും ഒക്കെ പുകഞ്ഞു തീരുന്ന ജീവിതങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള പേടിയിൽ ഭയത്തിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈശോയെ നിന്റെ സന്നിധിയിൽ നൽകുന്നു. ഈശോയെ, നീ സുവിശേഷങ്ങളിലൂടെ ഞങ്ങളോട് പറഞ്ഞു വയ്ക്കുന്ന സകല വാചകങ്ങളെയും വചനത്തെയും ഞങ്ങൾ ഈ നിമിഷം ഒരൊറ്റ വാക്കിൽ ചുരുക്കുകയാണ്. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ. ഈശോയെ, വേദനയുടെ തീച്ചൂളയിലൂടെ നടന്നു നീങ്ങുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർ തനിച്ചല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളുടെ വേദനകളിൽ കൂട്ടിരിക്കണേ. ഞങ്ങളുടെ സങ്കടങ്ങളുടെ രാത്രികളിൽ ഞങ്ങളോട് ചേർന്നിരിക്കണമേ. കൂടെ ഇരിക്കാൻ ദിവ്യകാരുണ്യ ഈശോയെ, നിന്നെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ക്യാൻസർ രോഗത്തിൻ്റെ വേദനയിലേക്ക്, ഞങ്ങളുടെ കണ്ണീരാൽ നനഞ്ഞ ഞങ്ങളുടെ രാവുകളിലേക്ക്, മരണത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പേടിയിലേക്ക് ഈശോയെ കൂട്ടിരിക്കാൻ തന്നെ വിളിക്കുക. വരണമേ, ആശ്വാസം പകരണമേ, സാന്ത്വനിപ്പിക്കണമേ. ഈശോ, ഞങ്ങളുടെ വേദനകളെ നിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ക്യാൻസർ രോഗത്തിൻ്റെ കഷ്ടങ്ങളെയും ദുരിതങ്ങളെയും നിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഈശോ, ഈ നിമിഷം നിന്റെ മുന്നിൽ ക്യാൻസർ രോഗം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡയഗ്നോസ് ചെയ്തവരുണ്ട്. ബയോപ്സിക്ക് അയച്ചു കൊടുത്ത് റിസൾട്ടിനെ കുറിച്ച് ആശങ്കയോടെ കാത്തിരിക്കുന്നവരുണ്ട്. കീമോയുടെ വേദനയുടെ നാളുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഉറക്കമില്ലാത്ത രാവുകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. ഈശോയെ കാണണമേ, ഞങ്ങളുടെ വേദന അറിയണമേ. ഈശോ, ഞങ്ങൾ പലപ്പോഴും ചോദിച്ചു പോവുക, വൈ മീ? എന്തുകൊണ്ട് എനിക്ക് ഈ വേദന? ഞാൻ സുഖപ്പെടില്ലേ? എന്നെ നിനക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റില്ലേ? എന്തിനാ എനിക്ക് ഈ വേദനയൊക്കെ തന്നത്? ഞങ്ങളുടെ ഈ ചോദ്യങ്ങളെല്ലാം നീ അറിയുന്നല്ലോ ഈശോയെ. ഞങ്ങളുടെ ഈ ചോദ്യങ്ങളെല്ലാം നീ കാണുന്നല്ലോ ഈശോയെ. ഞങ്ങളുടെ ഭാരങ്ങളുടെ ചുമട് നീ അറിയുന്നല്ലോ തമ്പുരാനെ. ഞങ്ങളുടെ ഭാരത്തെ ചുമക്കാൻ നീ ഈശോയെ നീ തരണേ.
ഞങ്ങളുടെ രോഗങ്ങളുടെ ഭാരത്തെ ഏറ്റെടുക്കാൻ നീ തരണേ. എന്നെ അറിയുന്നവനെ, എൻ്റെ ഭാരം ചുമക്കുന്നവനെ, യേശുവേ. എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എൻ്റെ വേദനയിലും എൻ്റെ അസുഖത്തിലും എൻ്റെ രോഗത്തിലും ഈശോ നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആശങ്കയില്ല. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആശ്വാസമുണ്ട് തമ്പുരാനെ. എൻ്റെ സുഖമുള്ള കാലത്തും എൻ്റെ കണ്ണുനീരിൻ്റെ നേരത്തും ഈശോ നീ മതി എനിക്ക്. ഞങ്ങൾ ഏറ്റുപാടുന്നു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഹൃദയപൂർവ്വം നമുക്ക് ഏറ്റുപാടാം. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. നീ മതി യേശുവേ, നീ മതിയായവനാണ്. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യെശയ്യാ 43:2 തമ്പുരാനെ നീ അരുളി ചെയ്യുന്നല്ലോ, ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്. സങ്കീർത്തനം 34:19 നീ അരുളി ചെയ്യുന്നല്ലോ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങി വിളിക്കുകയാണ് തമ്പുരാനെ, നീ സമീപസ്ഥനാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഹൃദയം നുറുങ്ങിയ ക്യാൻസർ രോഗത്തിൻ്റെ വേദനയിൽ ഉടലുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കർത്താവേ നിന്റെ സാമീപ്യം നീ കാട്ടിക്കൊടുക്കണേ, നിന്റെ സാന്നിധ്യം നീ കാട്ടിക്കൊടുക്കണമേ. മത്തായി 11:28 ഞങ്ങൾ ഓർക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവാനെന്ന് അരുളി ചെയ്ത തമ്പുരാനെ, ഞങ്ങളുടെ ഭാരങ്ങളെ, ഞങ്ങളുടെ വേദനകളെ, രോഗത്തിൻ്റെ ചുമടുകളെ നീ കാണണമേ. ഈശോ നിന്നോട് തന്നെയാണ് ഈ വചനങ്ങളോട് എല്ലാം സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഭയപ്പെടേണ്ട, കൂടെയുണ്ടവൻ. ഹൃദയം നുറുങ്ങി നിനക്ക് അവൻ സമീപസ്ഥനാണ്. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. വിശ്വാസത്തോടെ പാടാം. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. ഒരിക്കൽ കൂടെ പാടാം. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി.
സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഹൃദയങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചു തമ്പുരാനെ. ഞങ്ങളുടെ വേദനകളെ നിന്നേക്കാൾ നന്നായി അറിയുന്ന ആരുമില്ലെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കുരിശ് ചുമന്നവനെ, പീഡയേറ്റു മരിച്ചവനെ, ചാട്ടവാറടികൾ ഏറ്റുവാങ്ങിയവനെ, ഞങ്ങൾക്ക് വേണ്ടി മുഖം കുത്തി നിലത്ത് വീണവനെ, ആണികൾ കൊണ്ടുള്ള ക്ഷതങ്ങൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയവനെ, കുന്തത്താൽ ഹൃദയം കുത്തി തുറക്കപ്പെട്ടവനെ, നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാ മനസ്സിലാവുക? ഈശോയെ, കുരിശിലൂടെ ഞങ്ങളെ വീണ്ടെടുത്തവനെ, ഞങ്ങളെ ഒറ്റയ്ക്കാകാത്തവനെ, ഞങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നവനെ, നിനക്ക് ആരാധന, നിനക്ക് സ്തുതി, നിനക്ക് മഹത്വം. എൻ്റെ വേദന, എൻ്റെ രോഗം, എൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന സൂചിമുനകളുടെ അസ്വസ്ഥത, എൻ്റെ ശരീരത്തിൻ്റെ തകർച്ച, വിളർച്ച, എൻ്റെ വേദന, ക്യാൻസർ, എൻ്റെ മനസ്സിലേൽപ്പിക്കുന്ന മുറിവുകൾ, ഭാരങ്ങളെല്ലാം നീ അറിയുന്നല്ലോ. എന്നെ ഒറ്റയ്ക്കാക്കാത്ത യേശുവേ, നിനക്ക് നന്ദി, നിനക്ക് സ്തുതി. നിന്റെ കുരിശിലൂടെ ഞാൻ ഒറ്റയ്ക്കല്ല നിന്നോട് എപ്പോഴും പറയുന്നവനെ, നിനക്ക് ആരാധനയും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും നാഥനെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ഈശോ, ഈ നിമിഷം നിന്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടി ഞങ്ങളെ സ്പർശിക്കണമേ. ക്യാൻസറിൻ്റെ രോഗം മൂലം, വേദന മൂലം പീഡ അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ മേലും നിന്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടി നീ സ്പർശിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈശോയെ, ഞങ്ങളുടെ യാചന കേൾക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ, 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 നീ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം, നീ മാത്രമാണ് ഞങ്ങൾക്ക് അഭയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും, ക്യാൻസറിൻ്റെ രോഗം മൂലം വേദന അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഓർമ്മയിലുള്ളവർ, നമ്മുടെ പരിചയത്തിലുള്ളവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. യെശയ്യാ 53:5 നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. എനിക്ക് വേണ്ടി പീഡയേറ്റവനെ, നിൻ്റെ പീഡകളുടെ യോഗ്യതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ പീഡകളുടെ യോഗ്യതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വേദന അനുഭവിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, ഏറ്റുചൊല്ലുന്ന ഈ പ്രാർത്ഥന നമുക്ക് ഈ നിമിഷം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ,
സ്വർഗീയ പിതാവേ, ഇപ്പോൾ ക്യാൻസറുമായി പോരാടുന്ന ഓരോ ആത്മാവിനെയും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നീയാണ് സൗഖ്യപ്പെടുത്തുന്ന ദൈവം. കർത്താവേ, രോഗബാധിതമായ അവരുടെ ശരീരങ്ങളിലേക്ക് നിന്റെ ജീവനെ പകരണമേ. ഭയവും നിരാശയും തകർക്കുന്ന അവരുടെ മനസ്സിലേക്ക് നിന്റെ സമാധാനത്തെ പകരണമേ. അവരുടെ ആത്മാവിലേക്ക് നിന്റെ പ്രത്യാശയെ പകരണമേ. രോഗികളായ സഹോദരങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും നിന്റെ ദൈവിക രൂപകൽപ്പനയോട് ഒത്തുചേരട്ടെ. നിന്റെ സൗഖ്യശക്തി അവരുടെ രക്തധാരകളിലൂടെ ഒഴുകട്ടെ. അവരുടെ അവയവങ്ങളെ, ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ നീ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന് സൗഖ്യമുണ്ടാകട്ടെ. രോഗത്തിന്റെ എല്ലാ അടയാളങ്ങളും അങ്ങ് നീക്കം ചെയ്യട്ടെ. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സ് അവർ ജ്ഞാനത്താൽ നയിക്കപ്പെടട്ടെ. സ്നേഹവും കരുതലും അവരെ പൊതിയട്ടെ. ബുദ്ധിയെ അതിശയിക്കുന്ന ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സൗഖ്യം അവരുടെ ഹൃദയങ്ങളെ, അവരുടെ മനസ്സുകളെ ഭരിക്കട്ടെ. കർത്താവേ, സൗഖ്യം പകരണമേ. നിന്റെ ഈ വചനത്തിൽ ഞങ്ങൾ അടിയുറച്ചു വിശ്വസിക്കുന്നു. നിന്റെ മുറിവിനാൽ അവർ സൗഖ്യമുള്ളവരാക്കപ്പെട്ടു. ആമേൻ. ഈശോ, ഈ നിമിഷം നീ പകരുന്ന സൗഖ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഈ നിമിഷം രോഗികളെ സ്പർശിക്കുന്ന നിന്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. യേശുവെ, സർവം സമ്പൂർണ്ണമാക്കുന്ന അവിടുത്തെ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി ഞങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും ഞങ്ങൾ ഒരുക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപ്പം നീ നിത്യമഹോന്നതമാപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.